അപ്പോൾ ഞാനിന്നൊരു മുട്ടപ്പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ മുട്ടപ്പത്തിരിയൊക്കെ പണ്ട് കാലം മുതൽ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷെ എൻ്റെ മോൾ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ മോള് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഉണ്ടാക്കി കൊടുത്താണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഒന്ന് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ മോളിവിടെ കഴിക്കാൻ റെഡിയൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പം ഞാനിതിന് വേണ്ടിയിട്ട് 1.25 ഗ്ലാസ് മൈദപ്പൊടിയാണ് കേട്ടോ എടുത്തേക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മുട്ടയാണ് എടുത്തേക്കണത്. അപ്പോൾ 1 ഗ്ലാസ് പൊടിക്ക് 1 മുട്ട മതി. ഇപ്പോൾ 2 ഗ്ലാസ് പൊടിക്ക് 2 മുട്ട എടുത്താലും മതി. അപ്പം ചെറിയ മുട്ടയാണെങ്കിൽ 1 ഗ്ലാസ് പൊടിക്ക് 2 മുട്ട എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ച് വലിയ മുട്ട ആയതുകൊണ്ട് ഒരു 2 മുട്ട ഇടണുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് കലക്കാനായിട്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് വെള്ളം പോരങ്ങി വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് അങ്ങനെ മിക്സ് ചെയ്ത് കട്ടയില്ലാതെയൊക്കെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു പാകം വരുമ്പോൾ നമ്മൾ ചുട്ടെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ സ്പൂണും കൊണ്ട് കോരി നോക്കുമ്പോൾ പെട്ടെന്ന് വിട്ട് പോരണം. ഇതിപ്പോൾ പെട്ടെന്ന് വിട്ട് പോരണില്ല, പതുക്കെ വിട്ട് പോരണുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ലൂസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്ര നേരം സ്പൂൺ വെച്ചിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്ത്. ഞാനൊരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടി ഇതൊന്ന് കോരി നോക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം, ഒന്നും കൂടി ഇത്തിരി കൂടി ലൂസാവാനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ സ്പൂണിൽ നിന്ന് ഇതുപോലെ നന്നായിട്ട് സ്പീഡിൽ വിട്ടു പോകുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഇനി നമുക്ക് ചട്ടി ചൂടായി കഴിയുമ്പോൾ ചുട്ടെടുത്താൽ മതി. ഇതിൽ വെളിച്ചെണ്ണ ഓയിലൊന്നും ചേർക്കണില്ല, മണ്ണിൻ്റെ ചട്ടിയിലാണ് ചുട്ടെടുക്കണത്. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടാവണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാലും മതി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചുടണത് അത്ര ശരിയായി കിട്ടില്ല കേട്ടോ. ഓയിലൊന്നും പറ്റാത്തത് കൊണ്ട് ചിലപ്പോൾ അത്ര പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ആദ്യത്തെ അത്ര ശരിയാവില്ല, പിന്നീട് ചുട്ട് തുടങ്ങുന്നതാണ് കേട്ടോ നമുക്ക് ശരിയായി കിട്ടുള്ളൂ. ഇതേപോലെ ബബിൾസൊക്കെ വന്നു കഴിയുമ്പോൾ ഒന്ന് ഒരു മൂടി വെച്ചിട്ട് അടച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ അത്ര പെർഫെക്റ്റായിട്ട് കിട്ടിയില്ല കേട്ടോ. നടുക്ക് ഒന്നും കൂടി പൊങ്ങി വരണം, പിന്നെ ചട്ടിയിൽ നിന്ന് വിട്ടു പോരാനായിട്ട് നല്ല പാടാണ്. അപ്പോൾ ഇനി രണ്ടാമത് ചുടുന്നതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. മണ്ണിൻ്റെ ചട്ടി ആയതുകൊണ്ട് ഓയിലൊക്കെ പറ്റാത്തത് കൊണ്ട് ആദ്യത്തെ ഇതേപോലെയൊക്കെ വിടിച്ചെടുക്കാനായിട്ട് നല്ല പാടായിരിക്കും. പിന്നെ ഇതിൻ്റെ അടിഭാഗം ഇതേപോലെ കുറച്ച് കരിഞ്ഞോണം കേട്ടോ ഇരിക്കുള്ളൂ. അപ്പോൾ ഒരെണ്ണം ചുട്ടെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചട്ടി നന്നായിട്ട് ചൂടാവണം കേട്ടോ. അതിന് ശേഷമാണ് രണ്ടാമത്തെ ഒഴിച്ച് കൊടുക്കാവുള്ളൂ.
രണ്ടാമത് ചുട്ടത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ചട്ടിയിൽ നിന്ന് തന്നെ പകുതി വിട്ട് പോന്നിരിപ്പുണ്ട്. നടുഭാഗമൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലെ എല്ലാം ചുട്ടെടുക്കാം. ഇനി എല്ലാം ഇതേപോലെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിക്കോളും. ആദ്യത്തെ മാത്രം ശരിയാവാതിരിക്കുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാം ഇതേപോലെ ചുട്ടെടുക്കുകയാണ്. നമ്മൾ ചുടുന്നതിൻ്റെ ഇടയിൽ ഇത് കൂട്ടി കഴിക്കാനുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കാണ് കേട്ടോ. അപ്പോൾ ഇത് തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാനാണ് ടേസ്റ്റ്. കറി കൂട്ടി കഴിക്കാനൊന്നും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ തേങ്ങാപ്പാലിനൊരു പച്ചവെള്ളത്തിൻ്റെ ഒരു പച്ചച്ചുക പോലെ ഉണ്ടാവും. നേരി ഉപ്പുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ തേങ്ങാപ്പാൽ നല്ല കട്ടിയായിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. ഇത്തിരി ലൂസായിട്ട് കിട്ടണമെങ്കിൽ ഇത്തിരി അധികം വെള്ളം ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് മിനിമം സ്പീഡിലിട്ട് കുറച്ച് നേരം അടിച്ചാൽ വേണ്ടിയിട്ട്. എല്ലാം ചട്ടിയിലാണ് എണ്ണ. അത് അങ്ങനെ ഇരിക്കുള്ളൂടി. എല്ലാത്തിൻ്റെ അടി അങ്ങനെ ഇരിക്കണ ഈ മൺകലത്തിൽ. അപ്പോൾ എല്ലാം മുട്ടപ്പത്തിരി ഞാൻ ചുട്ട് എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാലും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ മോള് കഴിക്കാനായിട്ട് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ആദ്യമായിട്ട് കഴിക്കാനുള്ള കാരണം കഴിക്കാൻ വേണ്ടിയിട്ട് ധൃതി വയ്ക്കുകയാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ അടിഭാഗം ഇത്തിരി കരിഞ്ഞോന്നാണ് കേട്ടോ ഇരിക്കുള്ളൂ. അങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മോളിവിടെ കഴിച്ച് നോക്കുന്നുണ്ട്. ഇവള് കഴിച്ചിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ കഴിച്ചിട്ട് എന്താ പറയണേന്ന് നോക്കാം. അപ്പോൾ അറിയാൻ പാടില്ലാത്തവർ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാനോട് എനിക്കാണ് വെറുതെ പറഞ്ഞാണോ? അതാ പറഞ്ഞു.